മിന്നൽ ഹർത്താലുകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അക്രമ പരമ്പരകളെക്കുറിച്ചും കൃത്യമായ നിലപാടാണ് ഹൈക്കോടതി എടുത്തത്. ഹൈക്കോടതി നമ്മുടെ പരിഷ്കൃത സമൂഹത്തിന് നൽകുന്ന സന്ദേശമെന്ത് എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് പരിശോധിക്കുന്നത്. ഹൈക്കോടതി കേരള സമൂഹത്തിന് നൽകുന്ന പുതിയ സന്ദേശം, നിലപാട് എന്താണെന്ന് കൃത്യമായി നമ്മൾ പരിശോധിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് ഭാസുരേന്ദ്ര ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ, PS സലീം, കോൺഗ്രസ് നേതാവാണ്, സന്തോഷ് കണ്ണൻ, ശബരിമല കർമ്മസമിതി, മധുസൂദനൻ, സേവ് ശബരിമല കൂട്ടായ്മയെ പ്രതിനിധീകരിക്കും. ഇന്ത്യ ലോകത്തിലെ തന്നെ ജനാധിപത്യ മൂല്യത്തിന്റെ സന്ദേശമാകുന്ന മണ്ണാണ്. നാട് ഭരിക്കുന്നവരോട് വിയോജിക്കാൻ, അതിന് കഴിയാതെ പ്രതിഷേധിക്കാൻ, വിയോജിപ്പുകൾ അറിയിക്കാൻ ഒക്കെ ഈ നാടിന് കഴിയും. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഈ നാടിന്റെ ജനാധിപത്യം, അതിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും. എന്നാൽ അർദ്ധരാത്രി പ്രഖ്യാപിക്കുന്ന മിന്നൽ ഹർത്താലുകളും കൊടിയ അക്രമങ്ങളും നമ്മുടെ പരിഷ്കൃത സമൂഹം തള്ളിക്കളയേണ്ടത് തന്നെ. കാമ്പുള്ള, ഉറപ്പുള്ള അത്തരമൊരു സന്ദേശം കൂടിയാണ് ഹൈക്കോടതി കേരള സമൂഹത്തിന് മുന്നിൽ വച്ചത്. അതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നത്. ഇപ്പോൾ ഭാസുരേന്ദ്ര ബാബു, രാഷ്ട്രീയ നിരീക്ഷകൻ, നമ്മളോടൊപ്പമുണ്ട്. PS സലീം, ആലപ്പുഴയിൽ നിന്ന് കോൺഗ്രസ് നേതാവ്, നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം സന്തോഷ് കണ്ണൻ, ശബരിമല കർമ്മസമിതിയുടെ നേതാവ്, ഒപ്പം സേവ് ശബരിമല കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുത്ത മധുസൂദനനും നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഞാൻ ആദ്യം സന്തോഷ് കണ്ണനിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത്. സന്തോഷ് കണ്ണൻ, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഏകദേശം 900-ലധികം കേസുകൾ കേരളത്തിലാകമാനം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പരക്കെ അക്രമങ്ങൾ, അതെല്ലാം ശബരിമല കർമ്മസമിതിക്ക് ബന്ധമുണ്ടെന്നും പങ്കുണ്ടെന്നും ഞാൻ പറയുന്നില്ല. മറിച്ച് ഇതുപോലുള്ള പ്രഭാതങ്ങളിൽ പൊട്ടി വിടരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. വലിയ അക്രമങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ജനുവരി 3-നാണ് ബിന്ദുവും കനകദുർഗയും സന്നിധാനത്ത് എത്തിയതിന്റെ പേരിൽ വ്യാപകമായ അക്രമങ്ങൾ നടന്നു. ഈ ഘട്ടത്തിൽ ഹൈക്കോടതി നമ്മുടെ സമൂഹത്തിന് മുന്നിൽ വെക്കുന്ന ഒരു വലിയ സന്ദേശമുണ്ട്. അത് പരിഷ്കൃതമായ നാടിന്റെ സന്ദേശം കൂടിയാണ്. ആ സന്ദേശത്തിനോട് യോജിക്കാൻ നിങ്ങൾക്ക് ആകുന്നുണ്ടോ? സാറേ, ഹലോ, പറയൂ, കേൾക്കാം. ഹലോ, സന്തോഷ് കണ്ണൻ, പറയാം, കേൾക്കാം. നമസ്കാരം. ഈ ശബരിമല വിഷയത്തിൽ നമ്മളെ ഭരിക്കുന്ന സർക്കാർ ശബരിമല വിഷയത്തെ സംബന്ധിച്ച് ഇവിടെ പലപ്പോഴും ഹർത്താലുകൾ ആഹ്വാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിൽ ഒരു ഭക്ത സമൂഹത്തിന് മേൽ സർക്കാർ അതിൻ്റെ വളരെ കർക്കശ സ്വഭാവത്തോടുകൂടി എങ്ങനെയും യുവതി പ്രവേശനം നടത്തണം എന്നുള്ള ഒരു രീതിയിൽ അവിടെ വളരെ ബലപ്രയോഗത്തിലും വളരെ മ്ലേച്ഛമായ രീതിയിൽ സർക്കാരിൻ്റെ ഒരു ഇടപെടലുണ്ടായതുകൊണ്ട് സാധാരണ ഭക്തർക്ക് പ്രതികരിക്കുവാനുള്ള ഒരു അവസരമായിട്ടാണ്. സന്തോഷ് കണ്ണൻ, ഞാനൊന്ന് ഇടപെടുകയാണ്. തീർച്ചയായും താങ്കൾക്ക് പറയാനുള്ള അവസരം ഇടപെടുകയല്ല ഞാൻ, മറിച്ച് ഈ ചർച്ചയിലേക്ക് കടക്കുമ്പോൾ തന്നെ സൂചിപ്പിച്ചത് അതാണ്. ലോകത്തിന് മുന്നിൽ വലിയ ജനാധിപത്യ സ്വഭാവമുള്ള ഒരു രാജ്യമാണ്. ഇവിടെ പ്രതിഷേധിക്കാനും നിങ്ങളെപ്പോലെ ഏത് കാര്യത്തിലും, അത് ആത്മീയമാണെങ്കിലും ആശയപരമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും, എതിർപ്പുകൾ തുറന്നു പറയാനുള്ള അവസരം ഇന്ത്യയിൽ നഷ്ടപ്പെട്ടാൽ അപ്പോൾ ഇന്ത്യയുടെ എല്ലാ പ്രത്യേകതകളെയും നഷ്ടപ്പെട്ടു. പക്ഷെ അതല്ല പ്രശ്നം, അതല്ല. കേരളമാകെ അക്രമങ്ങൾ ആത്മീയതയുടെ പേരിൽ, ഒരു ദൈവവിശ്വാസത്തിന്റെ സങ്കല്പത്തിന്റെ പേരിൽ അഴിച്ചുവിടുന്നു. അതിനെ തള്ളിക്കളയാൻ ഹൈക്കോടതി മുന്നിലേക്ക് വെച്ച സന്ദേശത്തിനോട് യോജിക്കുന്നു എന്നതാണ് ചോദ്യം. മറ്റു പ്രതിഷേധ കാര്യങ്ങൾ നമുക്ക് പിന്നെ പരിശോധിക്കാം. ഞാൻ ഇപ്പോൾ ചോദിക്കുന്ന വലിയ അക്രമ പരമ്പരകൾ കേരളത്തിൽ അരങ്ങേറുന്നതിന് കാരണമായി നിങ്ങൾക്ക് ഒരിക്കലും എനിക്ക് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ പറയൂ. കർമ്മസമിതിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരിക്കലും ഒരു ശബരിമലയിൽ ഒരു അക്രമം അഴിച്ചുവിടാനോ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്യാനോ ഇതുവരെ ആരും ശ്രമിച്ചിട്ടില്ല. അവിടെ സാധാരണ അയ്യപ്പ ഭക്തന്മാർ അവരുടെ വിശ്വാസങ്ങളും അവരുടെ ആചാരങ്ങളും തെറ്റിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ ഭരിക്കുന്ന ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ അടുത്ത് വളരെ സമാധാനപരമായിട്ട് നാമജപങ്ങളും മറ്റുള്ള സാധാരണ രീതിയിലുള്ള സമരമുറകളിലൂടെ വളരെ സഹായിക്കണം. ഞങ്ങളുടെ അയ്യപ്പധർമ്മങ്ങൾ കാത്തു രക്ഷിക്കാനായിട്ട് ഞങ്ങളെ ഭരിക്കുന്ന ഭരണമന്ത്രിമാർ, സർക്കാർ, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇവരോടൊക്കെ യാചിക്കുന്ന ഒരു രീതിയിലുള്ള, നിങ്ങളെല്ലാവരും കണ്ടു കാണും, ഈ റോഡുകളിൽ അമ്മമാരിരുന്ന് നാമം ജപിക്കുന്നു. ഇതിനെയൊക്കെ പോലീസിനെ വെച്ച് അടിച്ചമർത്തി അറസ്റ്റ് ചെയ്ത് അവരെയൊക്കെ സംഘികളാക്കി ഉള്ള ഒരു സർക്കാരിൻ്റെ അതിഗൂഢമായ ഒരു അജണ്ട നടപ്പിലാക്കുകയാണ് ഉണ്ടായത്. അത് ഇപ്പം ചർച്ചയിൽ കൂടി നമുക്ക് പലതും പറയാമെങ്കിലും ഇവിടെ കേരളത്തിലെ പൊതുസമൂഹത്തിന്, വിശ്വാസി സമൂഹത്തിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശബരിമല സംഭവിച്ചത് എന്താണെന്ന്. ഈ ശബരിമല ഇതുണ്ടായി, ഇതിനെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ടുള്ള നിറങ്ങൾ കൊടുത്ത് പലരും ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയും മറ്റും
ഒക്കെ ഉണ്ടായി. ഹർത്താൽ കൊണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു കാര്യമായ ഒരു നീതി കിട്ടാനുള്ള ഒരു സംഭവങ്ങളൊന്നും ഇതുവരെ ഒരു സർക്കാരിൻ്റെ ഭരണകാലത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ നമ്മളിവിടെ ആവശ്യപ്പെടുന്ന പോലെ പിറ്റേ ദിവസം നമ്മൾ ആവശ്യപ്പെട്ട നമ്മുടെ മാർക്കറ്റിൽ ഉയർന്ന വിലയുള്ള സാധനത്തിന് വില കുറയ്ക്കണം, അത്രയ്ക്ക് അന്തസ്സുള്ള ഒരു സർക്കാരൊന്നും നമുക്ക് ഇതുവരെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പാവപ്പെട്ട ജനങ്ങളെ അടിച്ചമർത്തി അവരുടെ മേൽ സർക്കാരിൻ്റെ അജണ്ട നടപ്പാക്കാനുള്ള ഒരു തീരുമാനം ശബരിമല വിഷയത്തിൽ ഉണ്ടായെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. ശരി സന്തോഷ് കണ്ണൻ, അപ്പുറം സംഘപരിവാർ സംഘടനകൾ ഈ വിഷയത്തിൽ ഹർത്താൽ അടക്കമുള്ള അക്രമ സംഭവങ്ങൾ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കായി ഉപയോഗിച്ചു എന്നെങ്കിലും സ്ഥിരീകരിക്കുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? നിങ്ങളുടെ ഉദ്ദേശശുദ്ധിക്കും അപ്പുറം സാർ, അത് ഏത് പാർട്ടി, ഏത് സംഘപരിവാർ ആണെങ്കിലും, CPM ആണെങ്കിലും, കോൺഗ്രസ് പാർട്ടി ആണെങ്കിലും, ഏത് ഈർക്കിളി പാർട്ടി ആണെങ്കിൽ കൂടിയും അവരുടെ ഒരു മസിൽ പവർ കാണിക്കാനുള്ള ഒരു അവസരമാണ് ഹർത്താലായിട്ട് കേരളത്തിൽ രൂപപ്പെടുന്നത്. സാറ്, നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹർത്താലാഹ്വാനങ്ങൾ ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഒരിക്കലും ഹർത്താൽ ഉണ്ടാകാത്ത എത്രയോ സംസ്ഥാനങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. ഈ സാറ്, ഒരു പ്രതിപക്ഷ ബഹുമാനമുള്ള ഒരു സർക്കാർ ഭരിക്കുന്ന ഒരു രാജ്യത്ത് നമ്മൾ ഒരു ഹർത്താൽ നടത്തി അവരതിന് നല്ലൊരു റിയാക്ഷൻ തരുവാണെങ്കിൽ നമ്മൾ ഹർത്താൽ കൊണ്ട് വിലയുണ്ട്. ഇത് യാതൊരുവിധ പ്രതിപക്ഷ ബഹുമാനവും ഇല്ല, ഞാൻ നടത്താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞാൻ നടത്തും എന്ന് ദാർഢ്യത്തോടു കൂടിയുള്ള ഒരു മുഖ്യമന്ത്രിയും ഒരു കുറേ ഭരണ നേതാക്കന്മാരും മന്ത്രിമാരും ഉള്ള ഈ സ്റ്റേറ്റിൽ ഈ വെറുതെ എന്തിനോ വേണ്ടി മട്ടൻ കറിയാകാൻ തിളയ്ക്കുന്ന സാമ്പാറാണ് ഇവിടുത്തെ ഓരോ രാഷ്ട്രീയ കക്ഷികളും. ശ്രീ ഭാസുരേന്ദ്രബാബുവിലേക്ക് ഞാൻ എത്താം. ഞാൻ സന്തോഷ് കണ്ണനിലേക്ക് വരാം. ഞാൻ അതിനു മുമ്പ് മധുസൂദനിലേക്ക് കൂടി എത്തുകയാണ്. ഇത്ര കണ്ട് നിഷ്കളങ്കമായ ഒരു നിലപാടാണോ മധുസൂദനൻ ഈ ഘട്ടത്തിലും പൊതുസമൂഹത്തിനോട് നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്? കാരണം ഹൈക്കോടതി അതിരൂക്ഷമായ ചില നിലപാടുകളാണ് ഓപ്പൺ കോർട്ടിൽ മുന്നോട്ട് വെച്ചത്. ഈ ഹർത്താലിന് ആഹ്വാനം ചെയ്ത മുഴുവൻ ആളുകളും, മുഴുവൻ നേതാക്കളും ഈ കേസുകളിൽ മുഴുവൻ പ്രതികളാകണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. ഈ ഉണ്ടായിട്ടുള്ള നാശനഷ്ടം മുഴുവൻ ഇവരിൽ നിന്ന് ഈടാക്കണം എന്നാണ് പറയുന്നത്. ഈ അക്രമത്തിന് ആഹ്വാനം കൊടുക്കുന്ന മുഴുവൻ ആളുകളും നിയമത്തിന് വിധേയരാകണം എന്നാണ് പറയുന്നത്. ഇത് പറയാൻ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ ശബരിമലയിൽ ഈ സ്ത്രീകൾ പ്രവേശിച്ചതുമായി ബന്ധപ്പെട്ട് ജനുവരി 3-ന് 2-ാം തീയതിക്ക് ശേഷം അർദ്ധരാത്രി ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം ഡീൻ കുര്യാക്കോസ് പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 18-ാം തീയതി പുലർച്ചെ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ ഹർത്താലുകൾ പ്രഖ്യാപിക്കാൻ ഇതുപോലൊരു നാട്ടിൽ എങ്ങനെ കഴിയുന്നു? നിങ്ങളുടെ ഉദ്ദേശശുദ്ധിക്കും അപ്പുറത്തേക്ക് ഈ അക്രമങ്ങൾ പോകുന്നില്ലേ? ആ ഒരു സ്ഥിരീകരണം, തിരിച്ചറിവ് ഈ ഘട്ടത്തിലുണ്ടോ മധുസൂദനൻ? ഇത് നിയമവ്യവസ്ഥ എന്ന് പറയുന്നതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാൻ എല്ലാ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും തയ്യാറാണ്. ഈ നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു വിഭാഗം മാത്രം, സാധാരണപ്പെട്ട ജനങ്ങൾ മാത്രം അനുസരിക്കേണ്ട ഒന്നാണ് എന്നുള്ള ഒരു വ്യാഖ്യാനമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നോക്കിക്കാണലോ ശരിയായിട്ടുള്ള ഒരു നടപടി. അതുകൊണ്ടാണ് ഹൈക്കോടതിക്ക് അതാണ് ഞാൻ കോടതിക്ക് പറ്റിയിട്ടുള്ള പിഴവുകളാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയൊരു വിധി പുറപ്പെടുവിക്കുന്നത് വഴി നിയമവ്യവസ്ഥയോടുള്ള ഒരു കടന്നുകയറ്റം സുപ്രീം കോടതി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ നിയമവ്യവസ്ഥ മുകളിൽ നിന്ന് പാലിക്കപ്പെടുന്നതിൽ വീഴ്ചകൾ വരുമ്പോൾ ഹൈക്കോടതിയിലെ നിരവധി കേസുകൾ ഒക്ടോബർ ആദ്യ വാരങ്ങളിൽ തന്നെ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നിരവധി കേസുകൾ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ആ ഒരു വിഷയത്തെ ആസ്പദമാക്കി ഇത്രയധികം കേസുകൾ സമീപകാലത്തൊന്നും കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടില്ല. അപ്പോഴൊന്നും ഹൈക്കോടതി ഒരു ആക്ടിവിസം അല്ലെങ്കിൽ ഒരു ക്രിയാത്മകമായ ഒരു ഇടപെടൽ നടത്താൻ ഹൈക്കോടതി പരാജയപ്പെട്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് ഇതെല്ലാം വരുത്തി വെച്ചതിന് ശേഷം അവസാനം നവംബറിലോ ഡിസംബറിലോ എല്ലാം വലിയ പ്രശ്നമായി കഴിഞ്ഞതിന് ശേഷം കേരളം ഒട്ടാകെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും ഹൈക്കോടതിക്ക് ചില വീണ്ടും വിചാരങ്ങൾ വരുന്നത് നിയമവ്യവസ്ഥയിൽ നമുക്ക് കുറച്ച് ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് കോടതിയും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ശ്രീ ഭാസുരേന്ദ്രബാബു, എങ്ങനെ കാണുന്നു? രണ്ട് പ്രതികരണങ്ങളാണ് കേട്ടത്. ശബരിമല ക്രമസമിതിയെ പ്രത്യേകം കോടതി പരാമർശിക്കുന്നു, അതിനുശേഷം ഡീൻ കുര്യാക്കോസ് പ്രഖ്യാപിച്ച ഹർത്താലും പരാമർശിക്കുന്നു. ഈ കാര്യത്തിൽ കോടതി അലക്ഷ്യമാണെന്ന് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഡീൻ കുര്യാക്കോസിനോട്. അപ്പോൾ അത് അറിഞ്ഞില്ല ഇങ്ങനെ ഒരു കോടതി വിധി ഉള്ളതായി എന്ന് ഡീൻ കുര്യാക്കോസ് പറയുമ്പോൾ താങ്കളൊരു നിയമബിരുദധാരിയല്ലേ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ പ്രാക്ടീസ് ചെയ്യുന്നില്ല, ബിരുദം മാത്രമേ നേടിയിട്ടുള്ളൂ എന്നാണ് മറുപടി. എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ ഇത്തരം പ്രതികരണങ്ങളോട് താങ്കൾ നിരീക്ഷിക്കുന്നത്? കേരളത്തിന്റെ ഒരു പരിഷ്കൃത സമൂഹം ആഗ്രഹിക്കുന്ന നിലപാടല്ലേ? പ്രതിഷേധങ്ങളെ നമുക്ക് സ്വീകരിക്കാം, പക്ഷെ അതിനും അപ്പുറത്തേക്ക് വലിയ അക്രമങ്ങൾ അർദ്ധരാത്രി പ്രഖ്യാപിച്ച് നടപ്പിലേറുന്നു. അതിന് ഈ ന്യായീകരണങ്ങളൊന്നും ഒരു അടിസ്ഥാനവും അല്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഭാസുരേന്ദ്രബാബു,
ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്നിടത്ത് പ്രതിഷേധിക്കാനുള്ള ഒരു സൗകര്യം, സന്ദർഭം ധാരാളമായിരിക്കും. അതുകൊണ്ട് തന്നെ കോടതികളിൽ നിന്നല്ല പ്രതിഷേധത്തെ സംബന്ധിച്ച സങ്കല്പനങ്ങൾ വരേണ്ടത്. കോടതിയല്ല അതിൻ്റെ യഥാർത്ഥ വേദി. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ അതിശക്തമായി കേരളത്തിൽ ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ടെന്നുള്ളത് താങ്കൾ പറഞ്ഞത് മാതിരി ഒരു വസ്തുതയാണ്. അതെന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്? പലപ്പോഴും ഹർത്താലുമായി ബന്ധിപ്പിച്ച് ഇതിനു മുമ്പ് ബന്ദായിരുന്നു, അതിനുശേഷം ഹർത്താൽ എന്ന പേരിൽ അത് മാറി. അതിൻ്റെ കഥയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ കോടതി പലപ്പോഴും ഇടപെട്ടിട്ടുണ്ട്. കോടതി ഇടപെടുമ്പോൾ അതൊന്നും നടന്നിട്ടുമില്ല. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നാം കാണണം. പക്ഷേ ഇപ്പോൾ കോടതി അതിനെ ഗംഭീരമായി എതിർക്കണം, അതാണ് ശരിയായ നിലപാട് താങ്കൾക്ക് പോലും പറയേണ്ടി വരുന്ന ഒരവസ്ഥ സംജാതമായത് ശബരിമലയ്ക്ക് ശേഷമാണ്. ശബരിമലയ്ക്ക് ശേഷം 2 ആഴ്ചയ്ക്കുള്ളിൽ 2 ഹർത്താൽ ഒക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ബഹുജനങ്ങൾക്ക് തന്നെ മടുത്തുപോയ ഒരു സമരരൂപമായി അത് മാറി. ഒരു സമരരൂപം എന്ന നിലയ്ക്ക് അംഗീകരിക്കാൻ കഴിയുമെങ്കിലും അതിൻ്റെ അനവധാനതയോടെയുള്ള പ്രയോഗക്ഷമത പലപ്പോഴും വൻതോതിലുള്ള ഒരു തെറ്റായ ധാരണ ഉൽപ്പാദിപ്പിക്കുന്നതിന്, ഈ സമരമുറയോട് വെറുപ്പ് തോന്നുന്ന രീതിയിൽ പബ്ലിക്കിന് അങ്ങനെ അധപ്പതിക്കുന്നതിന് കാരണമായിരുന്നു ശബരിമലയുമായി ബന്ധിപ്പിച്ച ഹർത്താലുകളുടെ ഒരു ഘോഷയാത്ര. ആ സാഹചര്യത്തിലാണ് കോടതി ഇടപെടുന്നത്. കോടതി അങ്ങനെ ഇടപെടുന്ന സമയത്ത് ജനങ്ങൾക്ക് മൊത്തത്തിൽ അക്കാര്യത്തിൽ താല്പര്യം ഇല്ലാതിരിക്കുന്ന സമയത്തുള്ള ഇടപെടലിന് വലിയ പ്രസക്തി കൈവരും. അതുകൊണ്ടാണ് താങ്കൾ ഇത്തരം ഒരു ചർച്ചയ്ക്ക് തന്നെ ആനന്ദ് മുതിരുന്നത്. ഇപ്പോഴെന്താ കോടതി പറഞ്ഞത്? ഒരാഴ്ചത്തെ നോട്ടീസ് എന്തായാലും കൊടുക്കണം ഹർത്താൽ വരുമ്പോൾ. അത് ഇപ്പോൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു മാനസികാവസ്ഥയിലാണ്. കാരണം ഈ പെട്ടെന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ഹർത്താൽ വലിയ നിലവാരത്തിൽ ഉൽപാദന ഭംഗം വരുത്തുന്നു എന്ന് മാത്രമല്ല, സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ടായി. ഈ സാഹചര്യത്തിലാണ് അതേക്കുറിച്ച് പുനഃപരിശോധന വേണം എന്ന അവസ്ഥയുണ്ടായത്. പുനഃപരിശോധന വേണം എന്ന നിലയ്ക്കുള്ള ചിന്ത നിലനിൽക്കുമ്പോൾ, രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ നിലനിൽക്കുമ്പോഴാണ് കോടതിയിൽ നിന്നുകൂടി ഈ ഒരു മുൻകൈ വന്നിരിക്കുന്നത് കൊണ്ട് പൊതുവിൽ ഹർത്താലുകളെക്കുറിച്ചുള്ള പുനഃപരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രീ സന്തോഷ് കണ്ണൻ ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ യാചിച്ചു നിൽക്കുന്ന ആളുകളായിരുന്നു ശബരിമലയിൽ, സർക്കാരിനോട് യാചിച്ചു നിൽക്കുന്ന ആളുകളായിരുന്നു. ആ യാചനയുടെ രൂപം നാം കണ്ടതാണ്. സ്ത്രീകളെ അവഹേളിക്കുക, മർദ്ദിക്കുക, ആ നിലയ്ക്ക് അവരെ അപായപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് സന്തോഷ് കണ്ണൻ പറയുന്ന യാചനയെങ്കിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം യാചന എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? അഹിംസാ സ്വഭാവത്തോടെ സമരം എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ കാണിച്ചത് അഹിംസയുടെ സമരമൊന്നുമല്ല, ധാർഷ്ട്യം തന്നെയായിരുന്നു. ആ ധാർഷ്ട്യത്തിനൊക്കെ നൽകേണ്ടി വരുന്ന വിലയാണ് കോടതിയുടെ ഈ പ്രതികരണം എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു. ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം, മാറി വരുന്ന കേരളത്തിൻ്റെ ഒരവസ്ഥയിൽ പ്രമുഖമായ വരാവുന്ന വ്യവസായങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് IT ആണ്, നമുക്കൊക്കെ അറിയാവുന്നത് മാതിരി. മറ്റൊന്ന് ടൂറിസമാണ്. ഈ 2 വ്യവസായങ്ങളായിരിക്കും ഒരുപക്ഷെ നമ്മുടെ ഈ മുൻകാല വ്യവസായങ്ങളിൽ നിന്ന് മാറി പുതിയ കാല വ്യവസായത്തിലേക്ക് മാറുന്നത്. ആ മാറ്റത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിലെ സർക്കാർ തന്നെ മുൻകൈ എടുത്ത് പറയുന്നത് പോലെയാണെങ്കിൽ ഹർത്താൽ പ്രഖ്യാപിക്കുമ്പോൾ ഈ 2 മണ്ഡലങ്ങൾ ഒഴിവാക്കി നിർത്തണം എന്ന് പറഞ്ഞാൽ പത്രം, പാല് എന്നിവ ഒഴിവാക്കി നിർത്തുന്നത്, ആശുപത്രി എന്നിവ ഒഴിവാക്കി നിർത്തുന്നത് പോലെ IT-യും അതുമാതിരി ടൂറിസവും ഒഴിവാക്കി നിർത്തിയാൽ കേരളത്തിൻ്റെ വ്യവസായ മണ്ഡലം ഒഴിവാക്കി നിർത്തപ്പെടുന്നു എന്നിടത്തേക്ക് വരുമ്പോൾ ചില യാഥാർത്ഥ്യ ബോധങ്ങളിലേക്ക്, വ്യവസായവൽക്കരണത്തെ ഹർത്താൽ ഹനിച്ചുകൂടാ എന്ന യാഥാർത്ഥ്യ ബോധത്തിലേക്ക് കേരളം മാറുന്നുണ്ട്. അതൊരു നല്ല കാര്യം എന്ന നിലയ്ക്കാണ് ഞാൻ കാണുന്നത്. ശ്രീ PA സലീം, ഒരു പക്ഷേ ഹർത്താൽ എന്ന സമരമാർഗം ഇന്ത്യക്ക് പരിചയപ്പെടുത്തുന്നത് തന്നെ മഹാത്മാഗാന്ധിയാണ്. അത് പക്ഷേ ഈ അക്രമങ്ങളുമായി ഒരു സാദൃശ്യവുമില്ല. നമുക്ക് പ്രതിഷേധിക്കാനുള്ള ഇടത്ത് എല്ലാവരും നിശ്ചലമായി, ഒരു സംവിധാനം തന്നെ നിശ്ചലമായി നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന, സമൂഹത്തിൽ അടയാളപ്പെടുത്തുന്ന വളരെ വേറിട്ട ഒരു സമരമാർഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭാസ്കരേന്ദ്രബാബു ചൂണ്ടിക്കാണിച്ച ഒരു ഘട്ടം, അതിലേക്ക് കൂടി ചർച്ച പോകേണ്ടതുണ്ട്. കാരണം ഹർത്താലുകളെ മലയാളികൾക്ക് അത്ര ഇഷ്ടമല്ലെങ്കിലും, സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും അവർ അംഗീകരിക്കുമായിരുന്നു. പക്ഷേ ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട നിരന്തരം ഹർത്താലുകൾ ഉണ്ടാകുന്നു. അപകടത്തിൽ മരണപ്പെടുന്നവർക്ക് വേണ്ടി ഹർത്താൽ, കാലൊടിഞ്ഞ് വീഴുന്നവർക്ക് വേണ്ടി ഹർത്താൽ, അങ്ങനെ കാരണങ്ങളില്ലാതെ ഹർത്താലുകൾ പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് കേരള സമൂഹം പോകുന്നു. വല്ലാതെ പൊതുജനം ബുദ്ധിമുട്ടുന്നു. പൊതുജനം സംഘടിച്ച് ഈ ഹർത്താലുമായി സഹകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അതിന്റെ പരിച്ഛേദമായി ഹൈക്കോടതിയുടെ ഇന്നത്തെ നിലപാടിനെ കാണാനാകില്ലേ? ഡീൻ കുര്യാക്കോസിനൊക്കെ എടുത്ത നിലപാട് ശരിയാണെന്ന് തന്നെയാണോ താങ്കളും ഈ ഘട്ടത്തിൽ കരുതുന്നത്? സലീം.
അല്ല, ആനന്ദ് പറഞ്ഞ വാക്കുകൾ തന്നെയാണ് ഞാൻ എൻ്റെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഞാനും പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള ഒരു സ്പേസ് അനിവാര്യമാണ്. നമ്മുടേതൊരു എന്താ പറയുക, വളരെ ഒരു നിശ്ചലമായ ജലാശയം പോലെ ഇന്ത്യ പോലെയുള്ള ഒരു ജനാധിപത്യത്തിന്, പ്രത്യേകിച്ച് കേരളം പോലുള്ള ഒരു ഹൈലി സെൻസിറ്റീവായ സ്റ്റേറ്റിന് അങ്ങനെ നിൽക്കാൻ കഴിയില്ല. പക്ഷേ അതിന്റെ മറുവശം, അത് വാസുരേന്ദ്രബാബു ഇവിടെ സൂചിപ്പിച്ചു, ഒരു പ്രതിഷേധത്തിന്റെയും പ്രതികരണത്തിന്റെയും ഏറ്റവും വികലമായ പ്രയോഗവൽക്കരണമാണ് ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്. അത് ഒരുപക്ഷെ അത് കൃത്യമായി CPM ആഗ്രഹിച്ച ഒരു മറുപടിയാകാം. ഞാനിപ്പോ ഈ ചർച്ച ആ രീതിയിലേക്ക് ദിശ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ കേരളം കണ്ട ഏറ്റവും വികലമായ ഒരു പ്രതിഷേധത്തിന്റെ ചിത്രമായിരുന്നു. അതായത് ഏറ്റവും വികലമായ സമരമാർഗം സ്വീകരിക്കപ്പെടുകയായിരുന്നു എന്നാണോ താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്? ഈ വിധിയുമായി അല്ലല്ല, ഞാൻ പറഞ്ഞത് ആ പ്രതിഷേധത്തിന്റെയും പ്രതികരണത്തിന്റെയും ഏറ്റവും വികലമായ ആവിഷ്കാരമായിരുന്നു കേരളീയ സമൂഹം കണ്ടുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ ഒരു വിധി, അവരിപ്പോ അത് കണ്ടന്റ് ഓഫ് കോർട്ട് എന്നൊക്കെയാണ്, ഞാൻ അതിന്റെ വിധിന്യായത്തിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ നമ്മുടെ ജനമഹായാത്രയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ആനന്ദ് പറഞ്ഞ വിവരം മാത്രമേ എന്റെ മുമ്പിലുള്ളൂ. പക്ഷെ അതിന്റെ പ്രശ്നം അവിടെയല്ല. ഇവിടെ ഇതൊരു പരിഷ്കൃത സമൂഹമാണ്, ഒരു ജനാധിപത്യ സമൂഹമാണ്, പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ ആ പ്രതികരണങ്ങളിലും പ്രതിഷേധങ്ങളിലും ഒരു കൃത്യമായ സംയമനം പാലിക്കാനുള്ള ബാധ്യത പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ബാധ്യസ്ഥ ആളുകൾ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇപ്പൊ ഡീൻ കുര്യാക്കോസ് ആണ് ഇന്ന് ഒരുപക്ഷെ ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഏറ്റവും ഒടുവിലത്തെ ഈ വിധിന്യായത്തിന്റെ ഒരു കേന്ദ്രബിന്ദുവായി നിൽക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ബാസുരേന്ദ്രബാബു ഒരു ഇടതുപക്ഷ സഹയാത്രികനാണെങ്കിലും അദ്ദേഹത്തെയും നമ്മൾ ബ്രാൻഡ് ചെയ്യുന്നത് ഒരു സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് ഒരുപക്ഷെ നിഷ്പക്ഷമായി അഭിപ്രായം പറയാൻ ബാധ്യസ്ഥനായ ഒരാളെന്ന നിലയിലാണ്. ഇപ്പൊ പെരിയ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPM പോലും കോടിയേരി ബാലകൃഷ്ണന് പോലും ആ കൊലപാതകത്തെ ന്യായീകരിക്കാൻ കഴിയാത്ത രീതിയിൽ കേരളീയ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ ഒരു കൊലപാതകമാണ്. അതിന് ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പ്രതികരണം സ്വാഭാവികമായും സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ശ്രീ ഡീൻ കുര്യാക്കോസ് അത്തരം ഒരു പ്രതിഷേധ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ. അതായത് ശ്രീ പി സലീം, ഞാൻ ചോദിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഒരു നേർസ്പന്ദനം ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാനാകുന്നുണ്ടോ? അതായത് ഇതുപോലെ നിരന്തരം വിഷയങ്ങൾ ഉണ്ടാകുന്നു. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ഹർത്താലുകളോട് പൊതുവിൽ നമുക്കൊരു സ്വീകാര്യത കുറവുണ്ട്. പക്ഷെ പ്രതിഷേധത്തിന്റെ അങ്ങേ അറ്റത്തെ സ്വരം എന്ന നിലയിൽ ചിലപ്പോൾ ആ സമരമാർഗം സ്വീകരിക്കപ്പെടേണ്ടി വരും. അതിനെ അംഗീകരിച്ചിട്ടുമുണ്ട് മലയാളികൾ. പക്ഷെ ഇത് അങ്ങനെയല്ല. 17-ാം തീയതി ഈ പെരിയ ഇരട്ട കൊലപാതകം, ഹീനമായ കൊലപാതകം ഉണ്ടാകുന്നു. കാസർഗോഡ് മാത്രം ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. 12:30 കഴിയുന്ന സമയത്ത് പുലർച്ചയോടുകൂടി ഹർത്താൽ പ്രഖ്യാപിക്കുന്നു. രാവിലെ പോകേണ്ട സ്ഥലങ്ങളിലേക്കൊക്കെ ആളുകൾ വീടുകളിൽ നിന്ന് ഇറങ്ങി തിരിച്ച് പെട്ടുപോകുന്ന, അങ്ങനെ തുടർച്ചയായി ഇതുപോലെയുള്ള ഗൂഢമായ സ്ഥലങ്ങളിലും യാത്രകൾ നടക്കാതെയും ഒക്കെ പെട്ടുപോകുന്ന ഒരു സമൂഹം. ഈ സമൂഹത്തിന്റെ മാനസികാവസ്ഥയോട് ഇനിയും ഇങ്ങനെ വിശദീകരിച്ചതുകൊണ്ട്, ആ വലിയ ഹീനമായ കൊലപാതകത്തിനെ ബേസ് ചെയ്തുകൊണ്ട് വിശദീകരിച്ചതുകൊണ്ട് കാര്യമുണ്ടെന്ന് കരുതുന്നുണ്ടോ? ഈ ഹൈക്കോടതിയുടെ നിലപാടുകളെ ആ നിലയിലാണ് പരിശോധിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും ഈ ചോദ്യം പ്രസക്തവുമാണ്. സലീം, അല്ല, ആനന്ദിന്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. അതിൽ കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളെയും ഒരുപോലെ സാമാന്യവൽക്കരിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഇപ്പൊ ശബരിമല സമരവുമായി ബന്ധപ്പെട്ട് ഒരാള് ഒരു കുഴിയിൽ വീണ് പരിക്കേറ്റു മരിച്ചപ്പോൾ വെച്ച ഹർത്താലിനെ പോലെ അതിനോട് തന്നെ സമാനമായ രീതിയിൽ പെരിയയിലെ 2 ചെറുപ്പക്കാരുടെ അതിദാരുണമായ കൊലപാതകവുമായി ചേർത്ത് വായിക്കാനുള്ള ഈ ശ്രമം നമുക്ക് ഈ ചർച്ചയുടെ ഒരു സമഗ്രതയിലേക്ക്
എത്താൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാട്. അങ്ങനെയാണെങ്കിൽ സലീം, എന്തുകൊണ്ടാണ് ഡീൻ കുര്യാക്കോസ് ആ നിലപാട് കോടതിയിൽ പറയാത്തത്? കോടതിയിൽ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ കോടതിയുടെ വിധി നിലനിൽക്കുന്നതായി അറിയില്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിത് പ്രഖ്യാപിക്കില്ലായിരുന്നു, അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണ്. സുഹൃത്തെ, താങ്കളും ഒരു നിയമവിരുദ്ധധാരിയല്ലേ എന്ന് ചീഫ് ജസ്റ്റിസ് ആണ് തുറന്ന കോടതിയിൽ ചോദിക്കുന്നത്. അപ്പോൾ പറയുന്നത് ബിരുദമേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്യുന്നില്ല. ആ ഉത്തരവാദിത്വമെങ്കിലും ഏറ്റെടുക്കണ്ടേ? എങ്കിൽ ഈ പറയുന്നതിനൊക്കെ കാര്യമുണ്ടല്ലോ സലീം. അല്ല അല്ല ആനന്ദ് അല്ല അല്ല ആനന്ദ്, അതല്ല വിഷയം. ഇപ്പൊ ഞാൻ കേരള ഹൈക്കോടതി ഡീൻ കുര്യാക്കോസിനോട് ചോദിച്ചത്, ഇങ്ങനെ ഒരു കോടതിയുടെ ഒരു വിധി നിലവിലുള്ളതായി അറിയാമോ, ഇത് ഇങ്ങനെ ഒരു കണ്ടംപ്റ്റിനുള്ള ഒരു സാധ്യത ഉള്ളതായി അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും ഡീൻ കുര്യാക്കോസിന് ഒരുപക്ഷെ ഞാൻ പറയും, കേരള ഹൈക്കോടതിയിൽ എത്ര വിധിന്യായങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പൊ ഞങ്ങളൊക്കെ അഭിഭാഷകരാണ്. ഇപ്പൊ എല്ലാ വിധിന്യായങ്ങളും നമ്മുടെ മുമ്പിൽ എപ്പോഴും അത് നമ്മുടെ ഒരു ബോധമണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കണമെന്നുള്ള ഒരു ഞാൻ പറയും, ഇഗ്നറൻസ് ഓഫ് ലോ ഈസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്നുള്ള ഒരു സാമാന്യ തത്വം നിലനിൽക്കുമ്പോൾ തന്നെ അതെല്ലാം നമ്മുടെ ബോധമണ്ഡലങ്ങളിൽ സജീവമായി നിലനിൽക്കണം. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു പൊതുസമൂഹത്തിൽ നിന്നുള്ള കൃത്യമായ ഒരു സമ്മർദ്ദത്തിന്റെയും വികാരത്തിന്റെയും ഒക്കെ പ്രതിഫലനമാണുള്ള ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ അനിവാര്യമായ അടിയന്തരമായ നിലപാടുകളും തീരുമാനങ്ങളും. അപ്പൊ അത്തരം തീരുമാനങ്ങളിലേക്ക് പോകുമ്പോൾ ഇത് ആനന്ദ് തന്നെ പറഞ്ഞു. രാത്രി ഫേസ്ബുക്ക് പോസ്റ്റ് ആനന്ദിന്റെ മുമ്പിലുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. പെട്ടെന്ന്, വളരെ പെട്ടെന്ന് ഈ വാർത്ത അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി കേരളം മനസ്സിലാക്കിയപ്പോൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടായ ഒരു വലിയ പ്രതികരണം, ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ശ്രീ ഡീൻ കുര്യാക്കോസിന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. അത് ഹൈക്കോടതിയിൽ ഇപ്പം അത്തരം വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ വൈകാരിക വശങ്ങൾ പറയാൻ കഴിയില്ല. കാരണം വൈകാരിക വശങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ഒരു നിയമപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വൈകാരികമായ ഭാവങ്ങൾ പ്രതിഫലിപ്പിക്കാൻ ഒരു ന്യായാധിപനും കഴിയാത്തത് കൊണ്ട് ഒരുപക്ഷെ ഒരു കോടതി നടപടികളുമായി ബന്ധപ്പെട്ട് അത്തരം ഒരു നിലപാടിലേക്ക് ഹൈക്കോടതിയിൽ പോകാൻ ഡീൻ കുര്യാക്കോസിന് കഴിയില്ല. പക്ഷേ എനിക്കും ആനന്ദിനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന സുരേന്ദ്ര ബാബു ഉൾപ്പെടെ കണ്ണൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും അത് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. അത് നമ്മൾ ആദ്യം പറഞ്ഞത് എന്താണ്, പെരിയ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കേരളീയ സമൂഹത്തിലുണ്ടായ വലിയ പ്രതികരണങ്ങൾ. അപ്പൊ ആ പ്രതികരണങ്ങൾ കേരളത്തിലുണ്ടായ ആക്രമ സമരങ്ങളുമായി ബന്ധപ്പെട്ട, അതല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് തുമ്മിയാൽ പ്രഖ്യാപിക്കുന്ന ഹർത്താലുമായി നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇത് വളരെ വ്യത്യസ്തമാണ്. സമാനതകളില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്രിമിനൽ നടപടിയായി പെരിയ കൊലപാതകം കേരളത്തിന്റെ ക്രിമിനൽ സമൂഹത്തിൽ നാളുകളിലും ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. ശ്രീ പി എസ് സലീം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആ വൈകാരികമായ മാനസികാവസ്ഥ തിരിച്ചറിയുന്നു. പക്ഷേ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളുടെ മനസ്സിൽ, ബോധമണ്ഡലത്തിൽ ഹൈക്കോടതിയുടെ, അതും ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോഴുള്ള ഒരു നിയമ സംവിധാനത്തിന്റെ ഇടപെടൽ, ആ നിയമപരമായി തന്നെയുള്ള മുന്നറിയിപ്പ്, അതില്ല എന്ന് പറയുന്നത് അത്ര ജയകരമായ കാര്യമാണോ എന്ന് കൂടി പരിശോധിക്കണം പി എസ് സലീം. സന്തോഷ് കണ്ണൻ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്നയാളാണ്. നേരത്തെ നമ്മൾ സംസാരിച്ചതിന്റെ ചില കാര്യങ്ങളിലേക്ക് കൂടി സുരേന്ദ്ര ബാബു നേരത്തെ സൂചിപ്പിച്ചത് കൂടിയാണ്. പ്രതിഷേധത്തിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള സ്വീകാര്യത നമ്മുടെ നാടിനെ നിലനിന്നേ പറ്റൂ. അത് പി എസ് സലീമും ചൂണ്ടിക്കാണിച്ചതിനെ അങ്ങേയറ്റം സ്വീകരിക്കുന്നു. ആ നിലപാട് തന്നെയാണ്. പ്രതിഷേധമില്ലാതെ ഇന്ത്യ ഒരു പക്ഷേ ഉണ്ടാവില്ല. പക്ഷെ പ്രതിഷേധം എങ്ങനെ വേണം, ഏത് നിലയിൽ വേണം ആ പ്രതിഷേധം പൊതുസമൂഹം ഏറ്റെടുക്കാൻ, എങ്ങനെ അവരെ ബോധ്യപ്പെടുത്തണം എന്ന കാര്യങ്ങളിൽ വിജയം കൈവരിക്കാൻ നിങ്ങൾക്കായോ? അതിനുള്ള കനത്ത തിരിച്ചടിയാണോ ഹൈക്കോടതി ഇന്ന് നടത്തിയ ഇടപെടൽ, പരാമർശങ്ങൾ? തുറന്ന കോടതിയിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഈ അക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ മുഴുവൻ നേതൃത്വത്തിനെയും കുറിച്ച് ഹൈക്കോടതി നടത്തിയത്. നിങ്ങൾക്ക് പ്രതിഷേധിക്കാമായിരുന്നു, പക്ഷേ 50 വയസ്സ് കഴിഞ്ഞ സ്ത്രീ പോലും സന്നിധാനത്ത് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയി. സന്തോഷ് കണ്ണൻ. സാർ, ശബരിമല വിഷയത്തിൽ ശരിക്കും നമുക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ നാമജപവുമായിരുന്ന അയ്യപ്പ ഭക്തന്മാരെ പോലീസും സർക്കാരും, അത് സർക്കാരിൻ്റെ പോലീസ് ശരിക്കും വളരെ ഒരു ഗുണ്ടാ സ്റ്റൈലിൽ ആക്രമിക്കുകയാണ് സാർ ഉണ്ടായത്. ഈ 50 വയസ്സുള്ള സ്ത്രീ എന്ന് പറയുന്നവർ വന്നിരുന്നു. അവരെ ആക്രമിക്കാൻ പാടില്ല. നമ്മൾ സ്ത്രീകൾ നമ്മുടെ അമ്മമാരാണ്, നമ്മുടെ പൊതുസമൂഹത്തിൽ നമ്മുടെ സിസ്റ്റർമാരാണ്. ഇവരെ നമ്മൾ ബഹുമാനിക്കണം. അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മളാണ് ചെയ്യേണ്ടത്.
പക്ഷേ അന്ന് അവിടെ ഇവരെ തേങ്ങ എറിയാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ ആളുടെയൊക്കെ ഫോട്ടോയും ഡീറ്റെയിൽസും എല്ലാം നമ്മൾ പോലീസുകാരുടെ കയ്യിലുണ്ട്. സാർ അത് എന്തുകൊണ്ടാണ് സാർ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാത്തത്? ഈ തേങ്ങ എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു എന്ന് ഇത് വിഷയം ഉണ്ടായ അന്ന് തൊട്ട് പറയുന്നതാണ് സാർ. അതിന് കറക്റ്റായിട്ട് അതിൻ്റെ ഫോട്ടോഗ്രാഫ്സും എല്ലാം പോലീസിൻ്റെ കയ്യിലുണ്ട്. അത് ഇന്ന ആണെന്ന് പോലീസുകാർക്ക് എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല സാർ? കുറ്റം ചെയ്തത് കർമ്മസമിതി ആണെങ്കിലും BJP ആണെങ്കിലും അല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിലും ഇനി ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി ആണെങ്കിൽ കൂടി നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കണം. അത് ഇന്ത്യൻ ഇങ്ങനെ ഒരു വലിയ വിശ്വാസത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വലിയ രാഷ്ട്രീയമായ ഗൂഢാലോചന ഇതിന് പിന്നിൽ നടന്നില്ലേ? ഹർത്താലുകൾ നിരന്തരം ഉണ്ടാകുന്നത് ഈ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണ്. നിങ്ങളും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. അയ്യപ്പന് വേണ്ടിയുള്ള വിശ്വാസം, അതിന് വ്യക്തിപരമായുള്ള സാധ്യത, ആ മനസാന്നിധ്യം ഒക്കെ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. പക്ഷെ സംഘപരിവാർ ഇക്കാര്യത്തിൽ കാണിച്ച രാഷ്ട്രീയമായ നിഗൂഢമായ ലക്ഷ്യം, അതിന്റെ ഭാഗമായി തുടർച്ചയായി ഉണ്ടായ ഹർത്താലുകൾ, വലിയ അക്രമങ്ങൾ, പരക്കെ പൊതു മുതൽ നശിപ്പിക്കപ്പെട്ടു, സ്വകാര്യ മുതൽ നശിപ്പിക്കപ്പെട്ടു, പോലീസുകാർ ആക്രമിക്കപ്പെട്ടു. കേരളത്തിൽ ആകമാനം ഇതുണ്ടായി. രാഷ്ട്രീയമായിരുന്നു അജണ്ട. സാർ അത് ഇല്ല സാർ. ഒരിക്കലും കർമ്മസമിതിയുടെ സംബന്ധിച്ചിടത്തോളം ഇതിൽ രാഷ്ട്രീയമില്ല സാർ. ഇതിനകത്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഏതൊരാളുടെയും കുടുംബത്തിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാൾ ആക്രമിക്കപ്പെട്ടു, മരിക്കപ്പെട്ടു, നമുക്ക് തിരിച്ചു വരില്ല എന്നുള്ള ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഭാസ്കരേന്ദ്ര സാറിനോട് ഞാൻ ചോദിക്കുകയാണ് സാർ വാവിട്ട് കരയില്ലേ സാർ? അവരെ തിരിച്ച് കിട്ടില്ല. നമ്മൾ കരയില്ലേ സാർ? വാവിട്ട് കരയില്ലേ? അത് കരയാൻ പാടില്ല, നിനക്ക് അറിയുമല്ലോ അവർ തിരിച്ചു വരില്ല എന്ന് ദാർഢ്യത്തോടു കൂടി പറയുന്ന ഒരു നിലപാട് വന്നാൽ എന്താണ് സാർ ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഈ ഹർത്താലുകൾ ഉണ്ടായത് ഇങ്ങനെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമ്മളിൽ നിന്ന് വിട്ടകന്ന് പോകുമ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷനായിട്ട് ഉണ്ടായതാണ്. അന്ന് ഇതിനു മുമ്പ് ഒരു ചർച്ചയിൽ സാറ് പറഞ്ഞു 5 വിരലുകൾ പോലെ വന്നു. സാറ് എനിക്ക് പറയാനുള്ള ഒരു അവസരം തന്നില്ല. നമ്മുടെ സമൂഹത്തിൽ സാറ് ഭാസ്കരേന്ദ്രൻ സാറിനോടാണ്, നമ്മുടെ സമൂഹത്തിൽ ഞാൻ പറയാൻ വന്ന കാര്യം എൻ്റെ വായ അടച്ചു കളഞ്ഞു വന്ന് എനിക്ക് പറയാൻ പറ്റിയില്ല. ഈ 5 വിരലുകൾ 5 പോലെയല്ലേ സാർ നിന്ന് ചോദിച്ചത്? ഗാന്ധിജി മാവിൻ്റെ ചുവട്ടിലിരുന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നില്ല സാർ. അത് സാർ ഒരു പല സമൂഹത്തിൽ പല വ്യക്തികളുണ്ട്, ആളുകൾ പലരും രീതിയിലല്ലേ സാർ പ്രതികരിക്കുന്നത്. ചിലർ ആക്രമിക്കുന്ന സ്വഭാവം ഉണ്ടാവും, ചിലർ വളരെ സഹിഷ്ണുരായിരിക്കും, ചിലർ വളരെ മര്യാദയോടുകൂടി ഇടപെടുന്ന ആളുകളായിരിക്കും. ഇത് പറയാൻ വേണ്ടി ഞാൻ അന്ന് പറഞ്ഞപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, അന്ന് ഗാന്ധിജി ശ്രീനാരായണ ഗുരു മാവിൻ്റെ ചുവട്ടിലിരുന്നു. സാർ ഈ മാവിൻ്റെ ഇല ഇടിച്ചു പിഴിയുന്ന ഒരു കാര്യമൊക്കെ സാർ അന്ന് പറഞ്ഞിരുന്നു. ഈ മാവിൻ്റെ ഇല ഇടിച്ചു പിഴിഞ്ഞിട്ട് നമുക്ക് എന്ത് കിട്ടാണ് സാർ? അവിടെ ഒരു മെഡിസിനോ മറ്റുള്ളതൊന്നും ആണെങ്കിൽ രോഗത്തിനോ നല്ലൊരു കാര്യമാണെങ്കിൽ ഞാൻ സാറ് പറഞ്ഞതിന് സാറും ബഹുമാനിക്കണം. അപ്പോൾ നമ്മളൊരു കാര്യം പറയുമ്പോൾ അത് അക്രമം ഉണ്ടായി. സാർ ഈ ശബരിമല വിഷയത്തിൽ മാത്രമാണോ സാർ കേരളത്തിൽ ഹർത്താലുകൾ ആദ്യമായി? ഈ ഹർത്താൽ എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ ആദ്യമായി ഒരു പ്രോഡക്റ്റ് ആയിട്ട് വന്നത് ശബരിമല വിഷയത്തിലാണ് സാർ. അതല്ലല്ലോ സന്തോഷ് കണ്ണൻ, ഇപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന വിഷയം ശബരിമല കർമ്മസമിതി അടക്കം RSS അടക്കം BJP അടക്കമുള്ള സംഘടനകളെ പ്രതി ചേർക്കണമെന്ന് കേരളത്തിന്റെ പരമോന്നത കോടതി പറയേണ്ട സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നതാണ്. നേരത്തെ ഈ ഹർത്താലുകളെ സംബന്ധിച്ചുള്ള ഒരു സവിസ്തരമായ പരിശോധന നടത്താൻ നമുക്ക് ഈ 1 മണിക്കൂർ സമയം മതിയാവില്ല. പക്ഷേ ഈ ഇടയ്ക്കുണ്ടായ ഹർത്താലുകളോട് കേരളത്തിലെ പൊതുസമൂഹം വല്ലാതെ അരോചകമായ രീതിയിൽ പ്രതികരിക്കേണ്ടി വന്നു. പലയിടത്തും നാട്ടുകാർക്ക് സംഘടിച്ച് ഈ ഹർത്താൽ നടത്താൻ വന്ന ആളുകളോട് പ്രതികരിക്കേണ്ട സാഹചര്യം കേരളത്തിൽ ഉണ്ടായതെങ്ങനെ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് സന്തോഷ് കണ്ണൻ. അതിന്റെ ഏറ്റവും വലിയ ഇടപെടലും ചൂണ്ടിക്കാണിക്കലുമാണ് ഹൈക്കോടതി നടത്തിയത്. അതിനെയാണ് പരിശോധിക്കുന്നത് സന്തോഷ് കണ്ണൻ. സാധാരണ ജനത്തിന് സാറ് ഇനി പുതിയൊരു കാര്യം കണ്ടു, ഇത് വളരെ രസകരമായിട്ടാണ് തോന്നുന്നത്. ഇനി ഹർത്താൽ അല്ലാതെ സാധാരണ ജനത്തിന് നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കളോട് പ്രതികരിക്കാൻ അല്ലെ നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാൻ ശ്രീ ഭാസ്കരേന്ദ്ര ബാബു എങ്ങനെയാണ് സന്തോഷ് കണ്ണൻ ഈ വിഷയത്തെ കാണുന്നതായി താങ്കൾ കണക്കിലാക്കുന്നത്? അതായത് ഞാൻ ഈ ചർച്ച തുടങ്ങുമ്പോഴേ പറഞ്ഞതാണ്, തീർച്ചയായും ഭരണകൂടത്തിനോടുള്ള പ്രതിഷേധം, യോജിപ്പില്ലായ്മ ഒക്കെ പറയാൻ കഴിയാത്ത ഇടം ആയി ഇന്ത്യ മാറിയാൽ ഇന്ത്യയുടെ എല്ലാ സ്വത്വവും അവിടെ നഷ്ടപ്പെടും. അത് നിലനിൽക്കെ തന്നെ താങ്കൾ ഇങ്ങനെ ഇത്ര നിസ്സാരമായ കാര്യങ്ങളെ വിലയിരുത്തുന്നതിനോട് എങ്ങനെയാണ് യോജിക്കാനാവുക? ഭാസ്കരേന്ദ്ര ബാബു എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത്? 2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് ഞാൻ സലീമിൻ്റെ കാര്യത്തിലൊന്ന് പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ അത് വിട്ടുപോകും. സലീം ഈ പെരിയ സംഭവവുമായി ബന്ധിപ്പിച്ച് ആർക്കും അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം അത് അങ്ങേയറ്റം ദുര്യോഗപൂർണമായ ഒരു സംഭവമായിരുന്നു. കേരളത്തിൻ്റെ സെൻസിബിലിറ്റിയോട് പൊരുത്തപ്പെടുന്ന ഒരു കാര്യമേ അല്ല.
ആ അർത്ഥത്തിൽ അത് തള്ളിക്കളയപ്പെടേണ്ടത് തന്നെയാണ് എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിൻ്റെ പേരിലാണല്ലോ അല്ലെങ്കിൽ മാർക്സിസ്റ്റുകാരാണല്ലോ പ്രതിസ്ഥാനത്ത് വന്നിരിക്കുന്നത്. എന്നിട്ട് പോലും കേരളത്തിലെ സർക്കാർ ഒരു സമ്മർദ്ദവുമില്ലാതെ ഇതപര്യന്തം ഇല്ലാത്ത വണ്ണം അതിനെ അതിശക്തമായി തന്നെയാണ് നേരിട്ടത്, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും. അതുകൊണ്ട് വലിയൊരു സാധ്യത കോൺഗ്രസ്സുകാർക്ക് പോലും അതിനെ അപലപിക്കാൻ ഇനി വരും ദിവസങ്ങൾ കിട്ടുകയുമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പോകട്ടെ. പക്ഷേ യൂത്ത് കോൺഗ്രസിനെ നേരിട്ടതിൻ്റെ കാര്യത്തിനെ കുറിച്ചുള്ള നാൾ വഴി നമുക്കറിയാമല്ലോ. എന്താണ് ആ സംഭവത്തിൻ്റെ അന്ന് രാത്രിയിൽ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രഖ്യാപിച്ച സമരമുറ എന്ന് നിങ്ങൾക്കറിയാമോ? ജില്ലാ അടിസ്ഥാനത്തിൽ UDFന്റെ ഹർത്താൽ, ജില്ലാ അടിസ്ഥാനത്തിലാണ് UDFന്റെ ഹർത്താൽ പ്രഖ്യാപിച്ചത്. യൂത്ത് കോൺഗ്രസിന്റെ കേരള അടിസ്ഥാനത്തിലുള്ള ഹർത്താലല്ല, പ്രതിഷേധം. കേരള അടിസ്ഥാനത്തിൽ പ്രതിഷേധം. KSU പ്രഖ്യാപിച്ചത് കേരള അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ ഹർത്താൽ എന്ന് പറഞ്ഞാൽ ആദ്യം പ്രഖ്യാപിച്ച സമരമുറകളിൽ ആൾ കേരള ഹർത്താൽ ഉണ്ടായിരുന്നില്ല സലീം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതുകൊണ്ട് പിന്നീട് പ്രഖ്യാപിച്ചുകൂടുന്നില്ല. പക്ഷേ അതിനുശേഷം പാതിരാത്രിയിൽ ഫേസ്ബുക്കിലൂടെ അത് മൊത്തം ആൾ കേരള ഹർത്താലാക്കി മാറ്റി. അതാണ് ഈ കോടതിയെ ചൊടിപ്പിച്ചത്. അത് പോകട്ടെ. അങ്ങനെ ചെയ്തതെന്തിന്? അതാണ് സലീം ആത്മവിമർശനപരമായി കാണേണ്ടത്. ഇവിടെ ഇടതുപക്ഷത്തിനൊപ്പം സഞ്ചരിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇടതുപക്ഷത്തിന്റെ വീഴ്ചകളെ കുറിച്ച് എനിക്ക് പറയുന്നതിന് ബുദ്ധിമുട്ടില്ല. താങ്കൾ കോൺഗ്രസിന്റെ വീഴ്ചയെ അംഗീകരിക്കുന്നില്ല, അതാണ് കുഴപ്പം. അങ്ങനെ അംഗീകരിക്കാത്ത പക്ഷം താങ്കൾക്ക് ഈ കാര്യത്തിൽ ഇടപെടാനുള്ള ആർജവം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അങ്ങനെ വരുമ്പം എന്തുകൊണ്ട് അത് പരിപൂർണ ഹർത്താലായി പരിവർത്തിച്ചു? രാത്രിയുടെ പാതിരാത്രിയുടെ ഏതോ അജ്ഞാത നിമിഷത്തിൽ അത് കൃത്യമായും അതിനുള്ള സാഹചര്യം കേരളത്തിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. ഒരു പാർട്ടിയുടെ മാത്രം താല്പര്യത്തിൽ താല്പര്യം പ്രകാശിപ്പിക്കുന്ന ഹർത്താൽ മുഴുവൻ ജനതയുടെയും ഹർത്താൽ അല്ല. അതാണ് ഹൈക്കോടതി പറയുന്നത്. ഹൈക്കോടതി പറഞ്ഞു ഹർത്താൽ നടത്താൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, പക്ഷേ അതിൻ്റെ മേലിൽ വേറൊരാളുടെ കടയടയ്ക്കണമെന്ന് ആവശ്യപ്പെടാനോ വേറൊരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താനോ അവകാശമില്ല. നോക്കൂ, ഇത് ഗൗരവതരമായ മറ്റൊരു സാഹചര്യത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. കോടതി ഇത്തരമൊരു നിലപാട് നിൽക്കുന്നതുകൊണ്ട് ഒരാളെയും വിടാൻ പോകുന്നില്ല. അക്കാര്യത്തിനകത്ത് ഇടതുപക്ഷവും മുക്തമൊന്നുമല്ല. അങ്ങനെ വരുമ്പോൾ മാറ്റത്തിന്റെ ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന്റെ വീക്ഷണത്തിൽ വരുന്നു, കോടതിയുടെ സമീപനത്തിൽ വരുന്നു. അതിനെ പിന്തുണയ്ക്കുകയാണ് ആവശ്യം ഇപ്പോൾ. അത് നമ്മുടെ താല്പര്യങ്ങളുടെ കാര്യമല്ല, ഭാവി കേരളത്തിന്റെ താല്പര്യമാണ്. അതിന്റെ ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുന്നു. ആ അർത്ഥത്തിലാണ് ഈ ചർച്ച സംഗതമാകുന്നത് എന്നാണ് ഞാൻ പറയുന്നത്. അവിടെയാണ് കോൺഗ്രസ്സുകാർക്ക് പറ്റിയ തെറ്റ്. അതിന്റെ ഒരു കാരണം ഞാൻ കാണുന്നത്, രാഷ്ട്രീയമായി നിങ്ങൾക്കത് തോന്നുന്നില്ലെങ്കിൽ ഞാൻ പറയാം. കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് പറയാനുള്ളത് ജനങ്ങളുടെ അടുത്ത്? ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് ആ വാക്വം, ആ ഗ്യാപ്പ്, ആ ശൂന്യത 2 ശവങ്ങൾ കൊണ്ട് നിറയ്ക്കാൻ വിചാരിക്കുന്നത് ഒരു നല്ല രാഷ്ട്രീയമാണെന്ന് ഞാൻ കരുതുന്നതേയില്ല. അത്രയും ഇനി അതേക്കുറിച്ച് പറയാനുള്ളൂ. ഇനി കണ്ണൻ പറഞ്ഞല്ലോ, അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സന്തോഷ് കണ്ണൻ, നിങ്ങളെ ഇതിലേക്ക് പറഞ്ഞു വിട്ട രാഷ്ട്രീയ നേതൃത്വം നേരത്തെ ആനന്ദ് പറഞ്ഞത് മാതിരി ഒരു മുതലെടുപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ആലോചിച്ചത്. കോൺഗ്രസും ചെയ്തിരുന്നുവല്ലോ. കോൺഗ്രസും വിശ്വാസ സംരക്ഷണമാണ് പറഞ്ഞത്. വിശ്വാസ സംരക്ഷണം പറയുമ്പോഴും കോൺഗ്രസ് ബുദ്ധിപൂർവ്വം തടി കഴിച്ചിലാക്കി നിങ്ങളെ ഗുണ്ടകളെ മാതിരി ഇറക്കിവിട്ട് അവർ വരമ്പിൽ നിന്ന് കളി കാണുകയായിരുന്നു ചെയ്തത്. പക്ഷെ അവർക്ക് വലിയ ക്ഷതം പറ്റിയില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കേരളത്തെക്കുറിച്ച് അറിയാം, നിങ്ങൾക്ക് കേരളത്തെക്കുറിച്ച് അറിയില്ല. വിധ്വംസാത്മക പ്രവർത്തനങ്ങൾ തങ്ങളുടെ ലക്ഷ്യം എന്ന നിലയ്ക്ക് ആരെങ്കിലും നടപ്പാക്കിയാൽ മലയാളി അത് അംഗീകരിക്കാനൊന്നും പോകുന്നില്ല എന്ന് കോൺഗ്രസ്സുകാർക്കറിയാം. അതുകൊണ്ട് നിങ്ങളെ അവർ പറഞ്ഞു വിട്ടു. അങ്ങനെ പറഞ്ഞു വിട്ടപ്പോൾ ലക്കും ലഗാനുമില്ലാത്ത ഹിംസ നടത്തിയാൽ രാജ്യം പിടിക്കാം എന്ന വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയമാണ് പ്രയോഗിച്ചു നോക്കിയത്. അമിത്ഷാ പറഞ്ഞതാണ്. അമിത്ഷയ്ക്ക് കേരളം അറിയില്ല, ശ്രീധരൻപിള്ളയെങ്കിലും കേരളം അറിയണ്ടേ? അങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട അണികളായിരുന്നു നിങ്ങൾ. ആ യാഥാർത്ഥ്യം ഇപ്പോൾ നമുക്ക് കാണാമെന്ന് പറഞ്ഞാൽ, മറ്റ് സ്ത്രീകൾ വന്നാൽ നിങ്ങൾ എന്തിനു തടയണം? നിങ്ങൾ തടയുന്നത് വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിലല്ല. അതിന്റെ അർത്ഥം നിങ്ങൾ സമാധാനപരമായ സമരത്തിൽ വിശ്വസിച്ചില്ല. അതിന് വലിയ വില നിങ്ങൾ ഇത്തവണ കൊടുക്കേണ്ടി വരികയും ചെയ്യും. അക്കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. ആ അർത്ഥത്തിലാണ് ഈ 2 കാര്യങ്ങളും കാണേണ്ടത് എന്നാണ് സന്തോഷ് കണ്ണൻ എനിക്ക് നിങ്ങളോട് പറയാം. തീർച്ചയായും സലിമിലേക്കും സന്തോഷ് കണ്ണനിലേക്കും എത്താം. മധുസൂദനൻ, ഇതാണ് ഈ പറഞ്ഞിടത്താണ് ഈ ചർച്ച ആഗ്രഹിക്കുന്നത്. ഒരു ഇടതുപക്ഷ സഹയാത്രികൻ എന്ന നിലയിലല്ല ബാബുസുരേന്ദ്ര ബാബുവിൽ നിന്ന് ചില കാര്യങ്ങൾ ഈ ചർച്ചയിൽ ഞാൻ എടുക്കുന്നത്, മറിച്ച് ഒരു പുതിയ തലമുറയെ പ്രതിനിധീകരിക്കുന്ന മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ കൂടിയാണ്. ഒരു മാറ്റം അത് വളരെ അനിവാര്യമായി നമ്മുടെ മുന്നിലുണ്ട്.
നിങ്ങൾ സേവ് ശബരിമല കൂട്ടായ്മയുടെ ഭാഗമായി പ്രതികരിക്കുമ്പോൾ സമൂഹത്തിലെ വലിയ മാറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു സംഘടനയൊന്നുമല്ല. പക്ഷേ നിങ്ങൾക്ക് തെറ്റുകൾ വന്നിട്ടുണ്ടോ ഇക്കാര്യത്തിൽ എന്ന് തുറന്ന് ഒരു സമൂഹത്തിനോട് പറയുന്ന പോസിറ്റീവായ നിലപാടുണ്ടായാൽ അത് പല കാര്യങ്ങളിലും പല സംഘടനകൾക്കും പല ഇടങ്ങളിലും അതൊരു മാറ്റത്തിന് കാരണമായിരിക്കും. കേരളത്തിന്റെ ജനത അത് വല്ലാതെ ആഗ്രഹിക്കുന്നുമുണ്ട്. ആ ആഗ്രഹിക്കുന്നത് വലിയ സമാധാനമാണ്. മധുസൂദനൻ, തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ, മുതലാക്കപ്പെട്ടിട്ടുണ്ടോ, മുതലെടുക്കപ്പെട്ടിട്ടുണ്ടോ ചില ഘട്ടങ്ങളിലെങ്കിലും രാഷ്ട്രീയമായി? അങ്ങനെ ഹർത്താലുകൾ മാറിയിട്ടുണ്ടോ ശബരിമല വിഷയത്തിൽ? മധുസൂദനൻ, സെപ്റ്റംബർ 28 സുപ്രീം കോടതിയുടെ ദൗർഭാഗ്യകരമായ വിധിക്ക് ശേഷം നിരവധി തെറ്റുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആരുടെ ഭാഗത്ത് കൃത്യമായി നാം ചിന്തിക്കണം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, ഈ അക്രമ സമരമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്നതെന്ന്. കേരള ചരിത്രത്തിലെ ഇത്രയും മാതൃകാപരമായ ഒരു സമരം ആ മൊത്തത്തിലെടുത്ത് നോക്കുമ്പോൾ ഉണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം സെപ്റ്റംബർ 28 വിധിക്ക് ശേഷം ഒക്ടോബർ 3 തൊട്ട് എല്ലാ പട്ടണങ്ങളിലും എല്ലാ ഗ്രാമങ്ങളിലും പ്രതിഷേധ യാത്രകളുണ്ടായി. നാമജപ യാത്രകൾ എന്നുള്ള രീതിയിൽ പ്രതിഷേധങ്ങളുണ്ടായി. സുപ്രീം കോടതി വിധിക്കെതിരെയുള്ള പ്രതിഷേധം ഉണ്ടായി. സർക്കാരിൻ്റെ സമീപനത്തിനെതിരെയുള്ള പ്രതിഷേധം ഉണ്ടായി. അതൊന്നും അക്രമപരമായിട്ടുള്ള മാർഗത്തിലേക്ക് പോയിട്ടില്ല. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ജനങ്ങൾ പങ്കെടുത്ത യോഗങ്ങളും പ്രതിഷേധ യാത്രകളും കിലോമീറ്ററുകൾ ദൈർഘ്യത്തിലുള്ള യാത്രകളും ഉണ്ടായി. അതൊക്കെ വളരെ മാതൃകാപരമായിട്ടാണ് കേരളത്തിൽ നടന്നത്. ശബരിമല സമരം, ശബരിമല കർമ്മസമിതി ആയാലും മറ്റ് ഞങ്ങളെപ്പോലെയുള്ള സംഘടനകളെല്ലാം നടത്തിയ സമരം വളരെ മാതൃകാപരമാണ്. അത് ഒരിക്കലും അതിനെ വേറെ ഒരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് സത്യവുമായി പൊരുത്തപ്പെടുന്നതല്ല. അവിടെയെല്ലാം പോലീസിന്റെ അപക്വമായ പെരുമാറ്റമുണ്ട്. പോലീസിന്റെ അപക്വമായ നിലപാടുണ്ട്. നിലയ്ക്കലിൽ ആദ്യത്തെ അക്രമം തുടങ്ങുന്നത് തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ഒക്ടോബർ 16 ആദ്യത്തെ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ഞാൻ തെളിയിച്ചു തരാം. ഒക്ടോബർ 16 നിലയ്ക്കലിൽ ആരംഭിച്ച അക്രമം പോലീസിൽ നിന്നാണ് തുടങ്ങിയത്. വീഡിയോ ആക്രമിക്കുന്നതിന്റെ കാരണമേ ഞാൻ ചോദിക്കുന്നു. അതടക്കം അതിലെ ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് നമ്മുടെ പോലീസല്ലേ പറഞ്ഞത്. പറഞ്ഞു എത്ര അധികം അതിലെ ആൾക്കാരെ തിരിച്ചറിയാൻ ആക്രമിച്ചവരെ, ബൈക്ക് അടക്കമുള്ള സ്വകാര്യ വസ്തുക്കളെ ആക്രമിച്ചവരെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് ഹൈക്കോടതിയിൽ പറഞ്ഞത് നമ്മുടെ പോലീസാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്തുള്ള കാര്യം അത് പരിശോധിക്കണം. പിന്നെ ഇപ്പോഴത്തെ ഹൈക്കോടതിയുടെ ഒബ്സർവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചില അടിസ്ഥാനപരമായ പിശകുകൾ ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ നീക്കങ്ങളിൽ നടക്കുന്നു എന്ന് പറയുന്നതിന് ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. ഞാനത് കൃത്യമായി പറയാം. അതായത് ഒരാഴ്ചത്തെ നോട്ടീസോടുകൂടി ഹർത്താൽ നടത്താം എന്നുള്ള രീതിയിൽ ഹൈക്കോടതി പറയുന്നുണ്ടെങ്കിൽ അതെങ്ങനെ അംഗീകരിക്കുവാൻ സാധിക്കും? ഒരാഴ്ചയല്ല, ഒരു വർഷത്തെ നോട്ടീസ് തന്നാലും നിങ്ങൾ ആഹ്വാനം ചെയ്യുന്ന ഹർത്താലിനോട് എനിക്ക് താല്പര്യമില്ലെങ്കിൽ ഞാൻ അനുസരിക്കില്ല. അപ്പോൾ നോട്ടീസ് തന്ന് നൽകുന്ന ഹർത്താൽ അനുസരിക്കണമെന്ന് പറയുന്ന രീതിയിൽ ഹൈക്കോടതി വരികയാണെങ്കിൽ അത് നിയമവ്യവസ്ഥയുടെ അടുത്ത വീഴ്ചയാണ്. അർദ്ധരാത്രിയല്ല, വെളുപ്പിനെ ഹർത്താൽ പ്രഖ്യാപിക്കട്ടെ. അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തവർ അംഗീകരിക്കില്ല. അവർക്ക് അവരുടെ സ്വതന്ത്രമായ തീരുമാനമനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോവാം. അതിനുള്ള സംവിധാനമാണ് നമ്മുടെ ഭരണവ്യവസ്ഥ ചെയ്യേണ്ടത്. അതിനുള്ള സംരക്ഷണമാണ് ഭരണകൂടം നൽകേണ്ടത്, പോലീസ് നൽകേണ്ടത്. ആ അവകാശം ഉയർത്തിപ്പിടിക്കാനാണ് ഹൈക്കോടതി നിലകൊള്ളേണ്ടത്. അതിന് പകരം അല്ല, ഈ ഹൈക്കോടതിയുടെ നിലപാട് തന്നെ അർദ്ധരാത്രി ആഹ്വാനം ചെയ്യുന്ന ഹർത്താൽ നിയമലംഘനമാണ് എന്ന വ്യാഖ്യാനം. 12-16 വർഷമെടുത്ത് വാദിക്കപ്പെട്ട ഒരു കേസിന്റെ വിധി വരുന്നു, ശബരിമലയിൽ യുവതീ പ്രവേശനമാകാമെന്ന്. ആ വിധിയുടെ പശ്ചാത്തലത്തിൽ ശബരിമല ദർശനത്തിനെത്തുന്ന സ്ത്രീകളെ തടയാൻ ആർക്കാണ് അവകാശമുള്ളത്? 12 വർഷം പ്രതിഷേധിക്കാം. 12 വർഷമല്ല, 16 വർഷമല്ല, എത്ര കാലം കേട്ടിട്ടായാലും വിധി പറഞ്ഞത് തടയാൻ ജനാധിപത്യപരമായി പ്രതിഷേധിക്കുവാനുള്ള അവകാശമുണ്ട്. ആ വിധിയിൽ മൗലികമായ പ്രശ്നമുണ്ട്. ആ വിധി തന്നെ തടയുന്നുണ്ട്. കോടതിയിലെ ചോദ്യം ചെയ്യാൻ കഴിയും. തീർച്ചയായും കോടതി ജനാധിപത്യ വ്യവസ്ഥയിൽ സുപ്രീം കോടതിയെ വരെ ചോദ്യം ചെയ്യുവാൻ സാധിക്കും. അവസരം തന്നില്ലേ? ആളെ തടയുന്നത് കോടതിയാണ്. കോടതിയല്ല, നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന് സ്കിപ്പ് ചെയ്യുകയായിരുന്നു. നിങ്ങൾ കേരളത്തിലാകമാനം മാധ്യമപ്രവർത്തകർ എങ്ങനെ അടിസ്ഥാനപരമായുള്ള മാധ്യമ പ്രവർത്തകർ എങ്ങനെ ആക്രമിക്കപ്പെടും നിങ്ങൾക്കറിയാമോ? BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ വിളിച്ച പ്രസ് മീറ്റിൽ മാധ്യമങ്ങൾ ഒന്നും പങ്കെടുത്തിട്ടില്ല.
ഒരു മാധ്യമ പ്രവർത്തകനും പങ്കെടുക്കാത്ത സംഭവം ഉണ്ടാവുന്നത് കേരളത്തിന്റെ ചരിത്രത്തിന്റെ നീണ്ട ചരിത്രത്തിൽ എനിക്ക് പോലും അറിയില്ല. ഒരു പക്ഷേ ആക്രമിച്ചവരെ പിടിക്കുന്നതിൽ എന്തുകൊണ്ട് പോലീസ് എത്ര ലക്ഷം ആളുകൾ പ്രതിയാണെന്നും എത്ര പേരെ കസ്റ്റഡിയിൽ എടുത്തെന്നും എത്ര പേർ റിമാൻഡിലുണ്ടെന്നും നിങ്ങൾക്കറിയാമോ? അത് നിയമവ്യവസ്ഥ നിയമപരമായി തന്നെ മുന്നോട്ട് പോകണം. പക്ഷെ നമ്മൾ ആലോചിക്കുന്നതും പരിശോധിക്കുന്നതും ഒരു മാറ്റം കേരളം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ അതിനോടൊപ്പം ചേർന്ന് മാറ്റം വരും. കേരളത്തിൽ മാറ്റം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആ നല്ല രീതിയിലുള്ള മാറ്റം കേരളത്തിൽ വരുന്നുണ്ട്. അതിന്റെ പ്രതിഫലനങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുമുണ്ട്. ആ മാറ്റം നല്ല ദിശയിലേക്കായിരിക്കും. അയ്യപ്പധർമ്മ സംരക്ഷണത്തിന് വേണ്ടി നടന്ന സമരങ്ങളെ താറടിച്ച് കാണിക്കുവാൻ അതിന്റെ പേരിൽ ശ്രമിക്കേണ്ട. തീർച്ചയായും ഹൈക്കോടതി ഹർത്താലുകൾക്കെതിരെ നിലപാടെടുക്കുകയാണെങ്കിൽ ഹർത്താൽ എന്ന് പറയുന്നതിന്റെ പേര് മാറി വേറെ ഒരു രീതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ പ്രതിഷേധം കൊണ്ടുവരും. ഈ പ്രതിഷേധം നടത്തുന്ന ഇപ്പൊ നമുക്ക് പറയാമല്ലോ, ശബരിമലയുടെ പേരിൽ ശബരിമല കർമ്മസമിതി നടത്തിയ ഹർത്താലിനെ അപലപിച്ചവരാണ് കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റ് ആയിരുന്ന ശ്രീ രമേശ് ചെന്നിത്തല, നമ്മുടെ പ്രതിപക്ഷ നേതാവ്. അതേ സംഘടന ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ രാത്രി ഹർത്താൽ പ്രഖ്യാപിച്ചില്ലേ? ഇനി ഒരു മാസം പോലും വേണ്ട, അതിനു മുമ്പേ ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ മിന്നൽ ഹർത്താൽ വന്നു എന്നിരിക്കും. അതെങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുക? ഒരിക്കലും സാധിക്കില്ല. ഒരു ഇടവേള ഘട്ടത്തിൽ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ശബരിമല കർമ്മസമിതിയുടെ ഉദ്ദേശശുദ്ധിയെയോ അതിനുവേണ്ടിയുള്ള വാദങ്ങളെയോ ഒരിക്കലും തള്ളി പറഞ്ഞില്ല. മറിച്ച് വീണ്ടും ആവർത്തിക്കുകയാണ്, ഒരു മാറ്റം എല്ലാ രീതിയിലും ഭൂരിപക്ഷം കേരളത്തിന്റെ മനസ്സും ഒരേ മനസ്സോടെ ആഗ്രഹിക്കുന്നു. ഇതുപോലുള്ള മിന്നൽ ഹർത്താലുകളോട് ഏതു കാരണത്തിന്റെ പേരിലായാലും സുപ്രഭാതങ്ങൾ പൊട്ടിവിടരുമ്പോൾ ഇങ്ങനെ മുഴുവൻ നിശ്ചലമായിരിക്കുന്ന ഒരു അറിവിലുമില്ലാത്ത, അതുകൊണ്ടായിരിക്കണം ഹൈക്കോടതി പറഞ്ഞത് ഒരാഴ്ച മുമ്പെങ്കിലും പൊതുസമൂഹത്തിനെ ഒന്ന് അറിയിക്കാനെങ്കിലും തയ്യാറാകൂ, ഇങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നു, പ്രതിഷേധിക്കാൻ പോകുന്നു, അവരൊന്ന് മാനസികമായി തയ്യാറെങ്കിലും എടുക്കട്ടെ എന്ന നിലയിലായിരിക്കണം ആ നിരീക്ഷണം നടത്തിയത്. ആ പരിശോധനകൾ കൂടി നമുക്ക് നടത്താം. ശ്രീ സന്തോഷ് കണ്ണൻ, ശബരിമല ഹർത്താൽ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് 990 കേസുകൾ രജിസ്റ്റർ ചെയ്തു. TP സെൻകുമാർ, KP ശശികല, PS ശ്രീധരൻപിള്ള, KS രാധാകൃഷ്ണൻ, O രാജഗോപാൽ MLA അടക്കമുള്ള നിരവധി പ്രമുഖർ കേസിൽ പ്രതികളാക്കണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു. ഇവരിൽ നിന്ന് പണം, നഷ്ടമായ സ്വകാര്യ മുതല്, പൊതുമുതല്, ഇതിന്റെ ഒക്കെ പണം തിരികെ പിടിക്കണമെന്നും കോടതി കർക്കശമായി നിലപാടെടുക്കുന്നു. സമൂഹത്തിനോട് ഈ ഘട്ടത്തിൽ സന്തോഷ് കണ്ണൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഈ നിയമ നടപടികൾ നേരിട്ടതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിച്ച, നിങ്ങൾ ആഗ്രഹിച്ച ലക്ഷ്യം നേടിയെടുക്കാൻ കഴിഞ്ഞു? സാറ്, ഈ ചോദ്യത്തിന് മുമ്പ് എനിക്കൊരു വളരെ സങ്കടകരമായ ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ബാസുരേന്ദ്ര ബാബു സാറ്. അദ്ദേഹം ഇപ്പൊ സാറ് പറഞ്ഞു അദ്ദേഹം ഒരു CPM വക്താവല്ല. അദ്ദേഹം ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല, ബാസുരേന്ദ്ര ബാബു തന്നെയാണ് പറഞ്ഞത്. എനിക്ക് സന്തോഷം തോന്നി. സന്തോഷ് കണ്ണൻ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. സാർ, നിങ്ങൾ എന്തൊക്കെ ബ്രാൻഡ് ചെയ്ത് പറഞ്ഞാലും അദ്ദേഹത്തിന് ഞങ്ങൾക്ക് ഒരു സഖാവായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലായുള്ളൂ സാർ. കേരളത്തിൽ വളരെ സങ്കടകരമായ ഒരു സംഭവം, CPM ആവട്ടെ കോൺഗ്രസ് ആവട്ടെ, 2 ചെറുപ്പക്കാരെ വെട്ടി കൊന്ന ഒരു സംഭവം ഉണ്ടായി സാർ. അവരെ വെറും 2 ശവങ്ങൾ എന്ന അത്രയും മാന്യനായ, ഇത്രയും ഉന്നതത്തിലിരിക്കുന്ന ഒരു സാമൂഹ്യ നിരീക്ഷകമായ ഒരു കാര്യമാണ് സാർ. അത് നമ്മുടെ വീട്ടിൽ ആരും അല്ലാത്തതുകൊണ്ടാണ് സാർ അങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ചാനലിൽ വന്നിരുന്ന് വിളമ്പാൻ തോന്നുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട സാർ, മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇത്ര നിസ്സാരവൽക്കരിച്ച് പറയരുത് സാർ. അത് നമ്മൾ ഒരു വ്യക്തിയാണ് സാർ. ശരി സന്തോഷ്, നിങ്ങൾ മറ്റേ ചർച്ചയിൽ പരസ്പരം ഏറ്റുമുട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ പ്രതികരണങ്ങൾ നടത്തുന്ന ആളുകളായിരിക്കാം. ശരി സന്തോഷ്, ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് വരും. ഞാൻ ചോദിക്കുന്നത് ഇതാണ്, ശബരിമല ഉദ്ദേശിച്ച ആ ലക്ഷ്യം നിങ്ങൾ പറയുന്നത് പോലെ പവിത്രവും പരിശുദ്ധവും ആത്മീയവുമായ ലക്ഷ്യമാണെങ്കിൽ ഇപ്പോൾ 990ഓളം കേസുകൾ ശബരിമല അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ആഗമനം ഉണ്ടാകുന്നു. വളരെയായ പല നേതാക്കളെയും പ്രതി ചേർക്കണമെന്ന് ഹൈക്കോടതി പറയുന്നു. ഈ ഘട്ടത്തിൽ ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഉദ്ദേശശുദ്ധി കൃത്യമായി നടന്നു, ഈ നിയമ നടപടികളൊക്കെയും നേരിട്ടാലും ഈ ഹർത്താലുകളിലൂടെയൊക്കെ കേരള സമൂഹത്തിൽ അത് നടപ്പിലാക്കാനായി എന്ന് നിങ്ങൾക്ക് ഇപ്പോഴും കരുതാൻ കഴിയുന്നുണ്ടോ? അതാണ് ഇപ്പോൾ പ്രസക്തമായ ചോദ്യം. ഇല്ല സാർ, ഇപ്പൊ കേരളത്തിലെ ജയിലുകൾ പോരാതെ വരും സാർ. നമ്മളെ കുറ്റം ചെയ്യുന്ന നേതാക്കന്മാരുടെ അടുത്തു നിന്നെല്ലാം അവർക്ക് ശിക്ഷ കൊടുത്ത് അവരിൽ നിന്ന് പൈസ പിരിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ കേരളം അതിസമ്പന്നമായി പോകും സാർ. ഇവിടെ നമ്മൾ പല വർഷങ്ങളായിട്ട് പല ഭരണങ്ങൾ വന്നുപോയി. ഇവർ ചെയ്ത തെറ്റുകൾക്കെല്ലാം അവരിൽ നിന്ന് പൈസ പിടിച്ചെടുക്കുകയാണെങ്കിൽ മാറ്റം എന്നാണ് ഈ ചർച്ചയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ടേ? ആ അനിവാര്യതയിലാണ് ഈ ചർച്ച. തീർച്ചയായും അത് ചെയ്യണം സാർ. ശ്രീ PS സലീം,
നിങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് ഉയർത്തി കാണിച്ച ഒരു വലിയ സന്ദേശമുണ്ട്. കേരളത്തിൽ ഹർത്താലുകൾ അടിയന്തരമായി ഇതുപോലുള്ള മിന്നൽ ഹർത്താലുകൾക്കെതിരായി നിലപാട് സ്വീകരിക്കണം. മുഖ്യമന്ത്രി അതിന് നൽകിയ മറുപടി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രതിപക്ഷം അത് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരുമിച്ച് നമുക്ക് അതിന്റെ നിലപാടുകളിലേക്ക് കടക്കാമെന്നാണ്. കോൺഗ്രസ് ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നത്. നമുക്ക് ഡീൻ കുര്യാക്കോസിനെയും ശബരിമല കർമ്മസമിതി വിഷയങ്ങളും ഒക്കെ മാറ്റി നിർത്താം. പുതിയ കാലം ആഗ്രഹിക്കുന്നു PS സലീം പ്രമുഖ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന്, അതിന്റെ നേതൃത്വത്തിൽ നിന്ന് ഹർത്താൽ വിമുക്തമായ അല്ലെങ്കിൽ ഇത്തരം മിന്നൽ ഹർത്താലുകൾ, പ്രതിഷേധത്തിന്റെ അങ്ങേയറ്റത്തെ സ്വരമായി അത് നിലനിന്നോട്ടെ, പക്ഷേ ഇങ്ങനെ മിന്നൽ ഹർത്താലുകൾ കൊണ്ടൊരു നാടിനെ നിശ്ചലമാക്കുന്ന മാനസികാവസ്ഥയോട് യോജിക്കാൻ ആർക്കും, പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് കഴിയുന്നതേയില്ല. PS സലീം, അതിന് പോസിറ്റീവായ നിലപാട് എന്താണ്? CPM-നെ കുറ്റം പറയലും സ്വയം പരിശോധിക്കലും ഒക്കെ അതിനും അപ്പുറത്തേക്ക് ഒരു ക്രിയാത്മകമായ നിർദ്ദേശവും മുന്നോട്ട് പോക്കും എങ്ങനെയാകണം സലീം? അല്ല, ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ആനന്ദ് വളരെ പോസിറ്റീവാണ്. ഏത് പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും സമാധാനപരമായിരിക്കണമെന്നുള്ള ഒരു നിശ്ചയദാർഢ്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഞങ്ങളുടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ആ രീതിയോട് സമരസപ്പെട്ട് തന്നെയാണ് പോയിരുന്നത്. പക്ഷെ ഇവിടെ കൃത്യമായി എനിക്ക് തോന്നുന്നത് ഈ ചർച്ചയിൽ വിദ്യാധരൻ ചില സംശയങ്ങൾ പറഞ്ഞിരുന്നു. അപ്പൊ ഹൈക്കോടതി ഒരു ഷോർട്ട് നോട്ടീസിലുള്ള ഹർത്താലിനോട് മാത്രമാണ് ഹൈക്കോടതി വിയോജിക്കുന്നതെങ്കിൽ ഒരു കൃത്യമായി ഒരു സമയം നൽകിയുള്ള ഒരു ഹർത്താൽ, ആ ഹർത്താലില് ഏത് രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാലും അത് കണ്ടന്റ് ഓഫ് കോർട്ടിന്റെ പരിധിയിൽ വരില്ല എന്നുള്ള ഒരു വ്യാഖ്യാനമാണ് ഇപ്പൊ വിദ്യാധരൻ ഈ ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. ഞാനും എന്റെ ഒരു ആശങ്കകൾ പങ്കുവെക്കുകയാണ്. ഒരു ഷോർട്ട് നോട്ടീസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഹൈക്കോടതിയുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു പക്ഷേ ജനങ്ങൾക്കുണ്ടാവാകുന്ന വളരെ പെട്ടെന്നുണ്ടാവുന്ന ഒരു ഹർത്താൽ പ്രഖ്യാപനവും കൊണ്ട് ജനങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടായിരിക്കാം ഹൈക്കോടതി മനസ്സിലാവും. പക്ഷെ നമ്മൾ ഒരു നിയമത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഇൻ ദി ഐസ് ഓഫ് ലോ ഏത് നിയമലംഘനവും ഒരുപോലെ കുറ്റകരമാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ആ നിയമപരമായ ലംഘനങ്ങൾക്ക് നമ്മുടെ നിയമം അനുശാസിക്കുന്ന ഏത് നടപടികളോടും പോസിറ്റീവായി റിയാക്ട് ചെയ്യണം എന്നുള്ള നിലപാടാണ് ഞങ്ങൾ ചർച്ച. സലീം ദയവായി ക്ഷമിക്കുക, സമയപരിമിതി കൊണ്ട് കൂടി ഇടപെടുകയാണ്. വളരെ പോസിറ്റീവായി ഭാസ്കരേന്ദ്രബാബു ഈ ചർച്ച അവസാനിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഒരു പുതിയ കാലഘട്ടം, പുതിയ തലമുറ, മാനസികാവസ്ഥ വലിയ അർത്ഥത്തിൽ ഇത്തരം മിന്നൽ ഹർത്താലുകളെ തിരസ്കരിച്ചു കഴിഞ്ഞു. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ അത് പ്രതിഷേധത്തിന്റെ ഒരു സ്വരമായി അവിടെ ഉണ്ടാവുകയും വേണം. ഇക്കാര്യത്തിൽ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ എടുക്കേണ്ട കൃത്യമായ നിലപാട് എങ്ങനെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവുക? അതിന്റെ അന്തിമ വിധി ഹൈക്കോടതിയിൽ നിന്ന് വരണം എന്ന് ഞാൻ കരുതുന്നില്ല. അതൊരു നല്ല അവസ്ഥയല്ല. ഒരു സെൻസിബിലിറ്റി ആയി മലയാളികൾക്ക് വരണം. രാഷ്ട്രീയ നേതാക്കൾ അതിന് നേതൃത്വം കൊടുക്കണം. അതൊക്കെ നല്ല കാര്യമാണ്. ആ അവസ്ഥയിലേക്ക് ഇത് മാറണം. പ്രധാനമായും കോടതി ഉയർത്തി പറഞ്ഞത് സലീം, പ്രതിഷേധിക്കാതെ ഇരിക്കുന്നവരുടെ ജനാധിപത്യം, അതേക്കുറിച്ച് ഹർത്താൽ പ്രഖ്യാപിക്കുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവർത്തിച്ചാലോചിക്കണം. പ്രതിഷേധിക്കാതിരിക്കുന്ന വെച്ചാൽ അവർക്ക് ആ ഹർത്താലിനോട് യോജിപ്പില്ലാത്തപ്പോൾ അക്കാര്യത്തിൽ വിയോജിക്കാനുള്ള അവകാശം നൽകേണ്ടി വരുന്നത് നിർബന്ധം ചെലുത്താതിരിക്കുന്നത് വഴിയാണ്. കടകൾ അടപ്പിക്കാതിരിക്കുക, വണ്ടികൾ തടയുക തുടങ്ങിയ മാർഗങ്ങളിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാറി നിൽക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെടാതെ മാന്യമായ ഒരു സമുദായമായി നമുക്ക് മാറാനാവില്ല. പിന്നെ ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിക്കാൻ, സന്തോഷ് കണ്ണൻ, അങ്ങ് താങ്കൾ ഒരിക്കലും ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയില്ല. ഈ കാര്യത്തിലൊക്കെ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും ഒരുപോലെയാണ്. ഇപ്പൊ ഇനി കോടതി വിധി വന്നാൽ, പുതിയ കോടതി വന്നാൽ നിങ്ങൾ എന്ത് ചോദിച്ചാൽ നിങ്ങൾ പറയില്ല. ആ അർത്ഥത്തിൽ ഒക്കെ ഉള്ള ആളുകളാണ്. അതൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആയിക്കോട്ടെ. നിങ്ങളുടെ അവസ്ഥ ഏതാണ്? നിങ്ങൾ പറഞ്ഞല്ലോ ശവമെന്ന്. ഞാൻ മൃതദേഹമായി ബന്ധിപ്പിച്ചല്ല പറഞ്ഞത്. കോൺഗ്രസിന്റെ നയത്തിന്റെ ഒരു സഹതാവർഗമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്, മരിച്ചവരെ കുറിച്ചല്ല. കോൺഗ്രസ് അക്കാര്യത്തിൽ കൈക്കൊണ്ട ഒരു നിരുത്തരവാദപരമായ സമീപനത്തെക്കുറിച്ച് പറയുമ്പോഴാണ് ശവമെന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചത്. അത് അങ്ങേ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് ഉള്ള ഖേദം ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. തീർച്ചയായും ഭാസ്കരേന്ദ്രബാബു സമയപരിമിതി കൊണ്ട് കൂടി ഇടപെടുകയാണ്. ഏതായാലും വളരെ പോസിറ്റീവായി ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ, ഒരു മാനസികമായ സാന്നിധ്യം
കേരളത്തിന്റെ പ്രമുഖ രാഷ്ട്രീയ നേതൃത്വം സ്വീകരിക്കും എന്ന് തന്നെ ഈ ചർച്ചയുടെ ഒടുവിൽ കണക്കിലാക്കുന്നു. കാരണം പുതിയ കാലഘട്ടം, പുതിയ തലമുറ ഈ മിന്നൽ ഹർത്താലുകളെയും അതോട് അനുബന്ധിച്ചുള്ള വലിയ അക്രമങ്ങളെയും പൂർണ്ണ അർത്ഥത്തിൽ മാനസികമായി തള്ളിക്കളഞ്ഞിരിക്കുന്നു. പക്ഷേ ജനാധിപത്യപരമായി പ്രതിഷേധിക്കാനും നമ്മുടെ അഭിപ്രായം രേഖപ്പെടുത്താനുമുള്ള സാഹചര്യം അത് ഈ നാട്ടിൽ ഒരിക്കലും നഷ്ടപ്പെടാനും പാടില്ല. ആ നിലയിലുള്ളൊരു നല്ല നിലപാടിന്റെ സന്ദേശമായി കൂടി ഹൈക്കോടതിയുടെ ഇന്നത്തെ തുറന്ന കോടതിയിലെ പരാമർശങ്ങളെ നോക്കിക്കാണാൻ ന്യൂസ് ആൻഡ് വ്യൂസ് തയ്യാറാവുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകും.